ആസാദ് റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് 2021 പർച്ചേസ് ചെയ്യൂ, ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ. ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. കഞ്ചാവ് വിൽപ്പനയെക്കുറിച്ച് എക്സൈസിന് വിവരം നൽകിയ യൂത്ത് ലീഗ് നേതാവിന് നേരെ കഞ്ചാവ് മാഫിയയുടെ ആക്രമണം. തിരുവങ്ങാടിയിലെ മുനിസിപ്പൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് ചാലിലകത്ത് അബൂബക്കർ സിദ്ദീഖിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. സംഭവത്തിൽ ഒരാളെ തിരുവങ്ങാടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരൂരങ്ങാടി വെള്ളിക്കാട് റോഡിൽ തിങ്കളാഴ്ച വൈകിട്ട് 3:30 സംഭവം. അബൂബക്കർ സിദ്ദീഖിനെ തടഞ്ഞു നിർത്തിയ രണ്ടംഗ സംഘം കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നു. ഒരാൾ കല്ലെറിഞ്ഞു പരിക്കേൽപ്പിച്ചതായും അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു. നെഞ്ചിനു പരിക്കേറ്റ സിദ്ദീഖിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും തകർന്നു. പ്രദേശവാസികളായ മെഹബൂബ്, മഹ്മൂദ് എന്നിവ യുവാക്കളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അബൂബക്കർ പറഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപ് തിരൂരങ്ങാടിയിലും പരിസര പ്രദേശത്തും കഞ്ചാവ് ലഹരി ഉപയോഗവും വിൽപ്പനയും സജീവമായി നടക്കുന്നതായ വിവരം അബൂബക്കർ സിദ്ദീഖ് എക്സൈസിന് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് യുവാക്കളുടെ ആക്രമണമുണ്ടായതെന്ന് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു. ഞാനിങ്ങനെ 10 ദിവസം മുന്നേ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനാണിതെന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്ന മഹമ്മൂദ് എന്ന് പറഞ്ഞ ആൾ, അതായത് പോലീസിന് ഞാൻ കൃത്യമായി ആളെ പേര് പറഞ്ഞിട്ട് തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. അവർ വന്നിട്ട് അങ്ങനെ അവന് ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്ന പേരിലൊന്നും പറയാൻ പാടില്ല എന്നപ്പോൾ ഇവിടെ ആരെങ്കിലും ചെയ്യുന്നതിന് കൃത്യമായിട്ട് പറയുമെന്ന് പറഞ്ഞപ്പോൾ സ്വസ്ഥമായി ജീവിക്കാനായിക്കോലെ വെട്ടിക്കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും, എനിക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്ന രൂപത്തിലൊക്കെയുള്ള പ്രതിഷേധങ്ങളും ഭയപ്പെടുത്തലുകളും വധഭീഷണിയൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. തിരൂരങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരങ്ങളിലും അനുബന്ധ റോഡുകളിലും ലഹരി ഉപയോഗവും വിൽപ്പനയും നടക്കുന്നതായാണ് വിവരം. നേരത്തെ ഇതിനെതിരെ പ്രതികരിച്ചതിന് ലഹരി സംഘത്തിന്റെ അക്രമങ്ങൾ നേരിട്ടതായും അബൂബക്കർ സിദ്ദീഖ് പറയുന്നു. ദിവസങ്ങൾക്ക് മുൻപ് തിരൂരങ്ങാടി സ്കൂളിൽ നടന്ന അക്രമ മോഷണ സംഭവങ്ങൾക്ക് പിന്നിലും ലഹരി മാഫിയകളാണെന്നാണ് പരാതി. ഇത്തരം ആളുകളെ ഇത്തരം പണികൾ അവസാനിപ്പിക്കണം. ആ ഭാഗത്തൊക്കെ തിരൂരങ്ങാടി ഗ്രൗണ്ടിൻ്റെ പരിസരത്ത് യാര ഹൈസ്കൂൾ റോഡിൽ, വെള്ളിലക്കാട് റോഡിലൊക്കെ ഇതിൻ്റെ ഒരു വലിയ തിട്ടഫലം അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ്. അത് അവിടുത്തെ പരിസരവാസികളുമായിട്ട് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അത്തരം സംഭവങ്ങൾ അവിടെ അരങ്ങേറുന്നുണ്ട്. അതിനെ കൃത്യമായിട്ട് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. മദ്യം സുലഭമായി ഒഴുകുന്നു, ലഹരിയുടെ ഉപയോഗം സുലഭമായിട്ട് ഇവിടെ നടക്കുന്നു, സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണിത്. ആക്രമണത്തിൽ ഒരാളെ തിങ്കളാഴ്ച വൈകിട്ടോടെ തിരൂരങ്ങാടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലഹരി മാഫിയക്കെതിരെ അധികൃതർ ശക്തമായ നടപടിയെടുക്കണമെന്നും പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്നും യൂത്ത് ലീഗ് അറിയിച്ചു. ഇത് സംസാരിച്ചതിൻ്റെ പേരിൽ ആക്രമിക്കാനാണ് എങ്കിൽ യൂത്ത് ലീഗിൻ്റെ നിലപാട് അത് തടയുക തന്നെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചൊക്കെ ഇത്തരം മാഫിയകൾക്കെതിരെ കൃത്യമായി ഞങ്ങൾ സമരരംഗത്തുണ്ടാകും.